KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കള്ളുകച്ചവടം അവസാനിപ്പിക്കണം ഹൈക്കോടതി. കള്ളുകച്ചവടം അവസാനിപ്പിക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമെന്ന് സുന്നി നേതാക്കൾ. റേഷൻ പഞ്ചസാരക്ക് കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാനിൽ നാളെ പ്രവാചക സ്നേഹദിനമായി ആചരിക്കുന്നു. പ്രതിഷേധങ്ങൾ സമാധാനപരമാകണമെന്ന് പ്രധാനമന്ത്രി. പ്രവാചക നിന്ന അമേരിക്കൻ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം തുടരുന്നു. ചെന്നൈ കമ്മീഷണറെ മാറ്റി. ജിന്നുകളോട് സഹായം തേടാമെന്നത് മുജാഹിദ് ആശയമല്ലെന്ന് TP അബ്ദുള്ളക്കോയ മദനി. SYS രണ്ടാം ഘട്ട ശില്പശാലക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കള്ളുകച്ചവടം അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് ഹൈക്കോടതി. അടുത്ത സാമ്പത്തിക വർഷം മുതൽ കള്ളുവിൽപ്പന അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കള്ളുകച്ചവടത്തിന്റെ മറവിൽ ചാരായവും വ്യാജമദ്യവും ഒഴുകുന്നത് തടയാൻ ഇതാണ് മാർഗമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. എമർജിംഗ് മോഡേൺ കേരളത്തിൽ ഈ നശിച്ച വ്യാപാരം ഭൂഷണമല്ലെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ഷാപ്പുകളിൽ വിൽക്കുന്നത് വ്യാജ കള്ളാണെന്നും കോടതി നിരീക്ഷിച്ചു. കള്ളുകച്ചവടം അവസാനിപ്പിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ സുന്നി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് തയ്യാറാവണമെന്ന് സുന്നി നേതാക്കൾ ആവശ്യപ്പെട്ടു. റേഷൻ പഞ്ചസാരയുടെ വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചേക്കും. നാളെ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. 10 വർഷത്തിനു ശേഷമാണ് റേഷൻ പഞ്ചസാരയുടെ വില കൂട്ടുന്നത്. ഇന്ധനവില വർധനയ്ക്ക് ശേഷം സബ്സിഡി വെട്ടിച്ചുരുക്കാനുള്ള അടുത്തപടിയാണ് റേഷൻ പഞ്ചസാരയുടെ വില കൂട്ടാനുള്ള നീക്കം. മില്ലുകളിൽ നിന്ന് കിലോക്ക് 25 രൂപയ്ക്ക് വാങ്ങുന്ന പഞ്ചസാര 13 രൂപ 50 പൈസക്കാണ് ഇപ്പോൾ റേഷൻ കടകളിലൂടെ നൽകുന്നത്. ഇതുമൂലമുണ്ടാകുന്ന നഷ്ടം നികത്താൻ ഒരു വർഷം സബ്സിഡി ഇനത്തിൽ 1330 കോടി രൂപ ചെലവുണ്ടാകുന്നുവെന്നാണ് സർക്കാരിന്റെ കണക്ക്. 2 ലക്ഷം ടൺ പഞ്ചസാരയാണ് പ്രതിമാസം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം ചെയ്യുന്നത്. 2002 ശേഷം റേഷൻ പഞ്ചസാര വില വർദ്ധിപ്പിച്ചിട്ടില്ല. 10 വർഷം കൊണ്ട് ഈ ഇനത്തിലെ നഷ്ടം 5000 കോടി രൂപയാണെന്നും സർക്കാർ പറയുന്നു. റേഷൻ പഞ്ചസാര വില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ 2010 3 തവണ മന്ത്രിസഭ ഉന്നതാധികാര സമിതിക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ നാണ്യപ്പെരുപ്പം കണക്കിലെടുത്ത് വില വർധന ഒഴിവാക്കുകയായിരുന്നു. കരിമ്പിന്റെ താങ്ങുവിലയിൽ വന്ന മാറ്റത്തിനനുസരിച്ച് റേഷൻ പഞ്ചസാരയുടെ വില കൂട്ടുകയല്ലാതെ മറ്റു പോംവഴിയില്ലെന്ന് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. റേഷൻ പഞ്ചസാരക്ക് വില കൂട്ടുന്നതിനനുസരിച്ച് പൊതുവിപണിയിലും വില ഉയരുമെന്നതാണ് മുൻകാല കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡീസൽ വില വർധന, LPG പരിമിതപ്പെടുത്തൽ തുടങ്ങിയ കേന്ദ്ര തീരുമാനങ്ങൾക്കെതിരെ BJPയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ആഹ്വാനം ചെയ്ത ദേശീയ ബന്ദ് ഭാഗികം. UPA സഖ്യകക്ഷിയായ DMKയും സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സമാജ്വാദി പാർട്ടിയും ബന്ദിൽ പങ്കെടുത്തു. എന്നാൽ BSC, തൃണമൂൽ കോൺഗ്രസ്, AIADMK എന്നീ കക്ഷികൾ വിട്ടുനിൽക്കുകയാണ്. ഉത്തരേന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ബന്ദ് കാര്യമായി ബാധിച്ചില്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ജനജീവിതം ഭാഗികമായി തടസ്സപ്പെട്ടു. പല ഭാഗത്തും ബന്ദ് അനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. മധുര, കാൺപൂർ, വാരാണസി തുടങ്ങിയ സ്ഥലങ്ങളിലും സമരാനുകൂലികൾ ട്രെയിനും വാഹനങ്ങളും തടഞ്ഞു. പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധക്കാർ പ്രകടനങ്ങൾ നടത്തി. കേരളത്തിൽ നേരത്തെ ഹർത്താൽ ആചരിച്ചതിനാൽ ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.
തൗഹീദ് സംബന്ധിച്ച പ്രശ്നമാണ് കേരള നദവത്തുൽ മുജാഹിദീൻ ഈയിടെ ചിലർക്കെതിരെ നടപടിയെടുക്കാൻ കാരണമെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി പറഞ്ഞു. പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ പോലും മുജാഹിദുകൾക്കെതിരെ ആരോപിക്കാത്ത കാര്യങ്ങളാണ് പ്രസ്ഥാനത്തിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. പലവട്ടം തെറ്റുകൾ തിരുത്താൻ അവസരം നൽകിയിട്ടും തിരുത്താതെ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുകയായിരുന്നെന്ന് TP അബ്ദുള്ളക്കോയ മദനി പറഞ്ഞു. വ്യതിചലിച്ച വാദങ്ങൾ സംഘടനയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് മുജാഹിദ് നേതാവ് KK സക്കരിയ സുലാഹി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുത്തത്. ടൗൺഹാളിൽ KNM ആദർശ വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് വിരുദ്ധമായി വീണ്ടും പ്രവർത്തനങ്ങൾ കണ്ടു. ആ പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് ഞാൻ പറയുന്നില്ല. ആ പ്രവർത്തനങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ ജമിയത്തുൽ ഉലമ വ്യക്തമായ കാഴ്ചപ്പാട് 2 സർക്കുലർ നിങ്ങൾ കണ്ടല്ലോ. സംഘടനാ തലത്തിൽ തന്ന ആ കാര്യം നെതുവത്ത് അംഗീകരിക്കുന്നു. നെതുവത്ത് അതിന് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചു. എന്നിട്ടും അത് നടക്കുന്നതിന് പിന്നെ ബോധവൽക്കരണം നടത്തുന്നതിനാണ് ജില്ലാ തലത്തിൽ അതിന്റെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ തൊട്ടടുത്ത ദിവസം പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മഹാപ്രസ്ഥാനത്തെ, ഈ പവിത്രമായ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഈ തൗഹീദി പ്രബോധന സംഘത്തെ വളരെ അപമാനിക്കുന്ന തരത്തിൽ ചോദിച്ചു പറഞ്ഞ് അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ എല്ലാം തൗഹീദ് മാറ്റിവെച്ച് ഇമാതിരി പ്രശ്നങ്ങളുമായി ചർച്ചയും ചോദ്യവും ഉത്തരങ്ങളുമായി ജിന്നുകളടക്കമുള്ള സൃഷ്ടികളോട് സഹായം തേടാൻ പാടില്ലെന്നതാണ് മുജാഹിദുകളുടെ നിലപാട്. ഒറ്റപ്പെട്ടുപോയാൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്നത് മുജാഹിദുകളുടെ ആശയമല്ല. ഈ ആശയം മുജാഹിദുകളുടെ മേൽ വെച്ചുകെട്ടരുത്. ഈ ആശയം തങ്ങൾക്കില്ലെന്ന വ്യതിചലനക്കാരുടെ വാദം ശരിയല്ല. അത്തരം നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യോഗത്തിൽ M മുഹമ്മദ് മദനി അധ്യക്ഷത വഹിച്ചു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഹേളിക്കാൻ പാശ്ചാത്യ ലോകത്ത് നിരന്തരം ശ്രമങ്ങൾ നടക്കുന്നതിനിടെ നാളെ ദേശീയ തലത്തിൽ പ്രവാചക സ്നേഹദിനമായി ആചരിക്കാൻ പാക് സർക്കാർ ആഹ്വാനം ചെയ്തു. സ്നേഹദിനത്തിന്റെ ഭാഗമായി നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാചക നിന്ദക്കെതിരെ സമാധാനപരമായ പ്രകടനങ്ങളാണ് നടത്തേണ്ടതെന്ന് പാക് പ്രധാനമന്ത്രി രാജ പർവേസ് അഷ്റഫ് പറഞ്ഞു. യൗമെ ഇഷ്കെ റസൂൽ എന്നാണ് നാളത്തെ ദിവസത്തിന് നൽകിയ വിശേഷണം. സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ദിനാചരണ തീരുമാനം കൈക്കൊണ്ടത്. പ്രവാചക നിന്ന ഉള്ളടക്കമായുള്ള ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ രാജ്യത്ത് കഴിഞ്ഞ ദിവസം യൂട്യൂബ് നിരോധിച്ചിരുന്നു. പ്രവാചക സ്നേഹദിനത്തിൽ ഇസ്ലാമിന്റെയും പ്രവാചകരുടെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അക്രമാസക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഇസ്ലാമികമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളെ ജുമാ നിസ്കാരാനന്തരം എല്ലാ പള്ളികളിലും പ്രവാചക സ്നേഹദിന പരിപാടികൾ നടക്കും. പ്രവാചകരെയും ഇസ്ലാമിനെയും അവഹേളിക്കുന്ന സിനിമയ്ക്കെതിരെ ശ്രീലങ്കയിലും വ്യാപക പ്രതിഷേധം. 10,000-കണക്കിന് മുസ്ലിങ്ങളാണ് സിനിമയ്ക്കെതിരെയും US-നെതിരെയും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കൊളംബോയിൽ നടന്ന പ്രതിഷേധ റാലിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇസ്ലാമിക വിരുദ്ധ സിനിമ നിരോധിക്കണമെന്നും US മാപ്പ് പറയണമെന്നും എഴുതിയ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിയാണ് പ്രതിഷേധക്കാർ കൊളംബോയിലെ പ്രകടനത്തിൽ അണിനിരന്നത്. സിനിമയുടെ നിർമ്മാതാവിനെയും സംവിധായകനെയും തൂക്കിലേറ്റണമെന്നും പ്രതിഷേധക്കാർ മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. പ്രവാചകരെയും ഇസ്ലാമിനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള അമേരിക്കൻ സിനിമയ്ക്കെതിരെ ലോകവ്യാപക പ്രതിഷേധം നിലനിൽക്കവെ പ്രവാചകരെ നിന്ദിക്കുന്ന തരത്തിലുള്ള കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച് ഫ്രഞ്ച് മാഗസിൻ രംഗത്ത്. ആക്ഷേപഹാസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ചാർലി ഹെബ്ദോ എന്ന മാഗസിനാണ് ആദ്യ പേജിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത്. എരിറ്റിയിൽ എണ്ണയൊഴിക്കാൻ മനഃപൂർവ്വമാണ് ഇത്തരം കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതെന്ന് ഫ്രഞ്ച് പോലീസ് വക്താക്കൾ അറിയിച്ചു. കാർട്ടൂണിനെതിരെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇപ്പോൾ US വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന 20 രാജ്യങ്ങളിലെ ഫ്രഞ്ച് എംബസികൾ അടച്ചുപൂട്ടാൻ വിദേശ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെ ഫ്രഞ്ച് സ്കൂളുകളും സ്ഥാപനങ്ങളും കുറച്ചു ദിവസത്തേക്ക് അടച്ചിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എംബസികളിൽ നിന്ന് അംബാസഡർമാർക്കും ജീവനക്കാർക്കും സുരക്ഷ വർദ്ധിപ്പിക്കാൻ അതത് രാജ്യങ്ങളോട് വിദേശ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച മാഗസിൻ അടച്ചുപൂട്ടാനും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു.
പ്രവാചകരെയും ഇസ്ലാമിനെയും അവഹേളിക്കുന്ന സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ ദിവസം രോഷാകുലരായ പ്രതിഷേധക്കാർ US എംബസിക്ക് നേരെ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ചെന്നൈ പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണർ KJ ത്രിപാഠിയെയാണ് സർക്കാർ സ്ഥലം മാറ്റിയത്. ADGP S ജോർജിനാണ് ചുമതല. ത്രിപാഠിയെ ജയിൽ ADGPയായി നിയമിച്ചു. കഴിഞ്ഞ മെയ് മുതൽ കമ്മീഷണറായിരുന്നു ത്രിപാഠിയ. US എംബസി സ്ഥിതി ചെയ്യുന്ന അണ്ണാശാലി റോഡിലാണ് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത്. ഇന്നലെ വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ അണ്ണാശാലയിൽ പ്രതിഷേധം നടത്തിയവർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. പ്രതിഷേധക്കാർ പോലീസിനു നേരെ കല്ലേറ് നടത്തി. മൌണ്ട് റോഡിലെ ഹസ്രത്ത് സയ്യിദ് മൂസാ ദർഗാ പരിസരത്ത് തടിച്ചുകൂടിയ 5000-ഓളം പേരാണ് പ്രകടനമായി എത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധക്കാർ ഒബാമയുടെ ചിത്രത്തിൽ ചെരുപ്പ് കൊണ്ടടിച്ചു. അമേരിക്കൻ പതാക അഗ്നിക്കിരയാക്കി. 25 സംഘടനകൾ സംയുക്തമായാണ് പ്രകടനം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. തമിഴ്നാട്ടിലെ ഒരു മുസ്ലിം സംഘടനയായ ഇന്ത്യ തൗഹീദ് ജമാഅത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ധർമ്മപതാകയേന്തുക എന്ന തലവാചകത്തിൽ SYS ആചരിക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ മുന്നൊരുക്ക പഠന ശില്പശാലയുടെ 2ാം ഘട്ടം നാളെ ആരംഭിക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മലപ്പുറം വാദിസലാമിലും കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലെ CT ഹാളിലും നടക്കുന്ന ശില്പശാലയിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ, ജില്ലാ, മേഖലാ ഇലക്ഷൻ ഡയറക്ടറേറ്റ് അംഗങ്ങൾ എന്നിവർ പ്രതിനിധികളായിരിക്കും. 22-ന് കൊല്ലം YMC ഹാളിൽ, തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലയിലെയും 23-ന് പട്ടാമ്പി വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പ്രതിനിധികളും സംബന്ധിക്കും. പവർ പോയിന്റ് പ്രസന്റേഷൻ സഹിതമുള്ള പഠനശാലയ്ക്ക് SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, N അലി അബ്ദുള്ള, മജീദ് കക്കാട്, ഷറഫുദ്ദീൻ അഞ്ചാം പീടിക, G അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകും. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ പ്രവിശ്യയിൽ പോലീസ് വാഹനം ലക്ഷ്യമാക്കിയുണ്ടായ സ്ഫോടനത്തിൽ ഒരു കുട്ടിയുൾപ്പെടെ 3 പേർ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. മരിച്ച 2 പേർ പോലീസുകാരാണ്. പ്രാദേശിക സമയം വൈകിട്ട് 7:45-നാണ് സ്ഫോടനമുണ്ടായത്. മോട്ടോർ സൈക്കിളിൽ ഒളിപ്പിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. പാക് ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക്കിനെയും മറ്റ് 11 പാർലമെന്റ് അംഗങ്ങളെയും സുപ്രീംകോടതി അയോഗ്യരാക്കി. ഇരട്ട പൌരത്വത്തിന്റെ പേരിലാണ് സുപ്രീംകോടതിയുടെ നടപടി. ഇരട്ട പൌരത്വം വഹിക്കുന്നവർ പൊതു ഉദ്യോഗസ്ഥരാവുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനാലാണ് അവരെ അയോഗ്യരാക്കുന്നതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. മാലിക്കിനെതിരായ നിയമ നടപടികളുമായി മുന്നോട്ടു പോവാൻ കോടതി പാക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. അയോഗ്യരാക്കിയ പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ശമ്പളവും ആനുകൂല്യങ്ങളും പിൻവലിക്കാനും ദേശീയ ട്രഷറിയിൽ നിക്ഷേപിക്കാനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാം, കൈരളിയിൽ ഹൈറുണരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം മനമിൽ നിറയാൻ ഓരോ ഈ അണിചേരൂ, സുമസാന്ത്വന വഴിചേരൂ, മാനവികത പൂത്തിടുവാൻ ഹൃദയങ്ങളിൽ സഞ്ചാരം ഓരോ ഈ അണിചേരൂ, സുമസാന്ത്വന വഴിചേരൂ, മാനവികത പൂത്തിടുവാൻ ഹൃദയങ്ങളിൽ സഞ്ചാരം. തെരുവിൻ ദുരവീതികളിൽ വീണുടയും ദീനതയിൽ, കണ്ണീർ കണച്ചാലുകളിൽ പണം കൊയ്യും മാനസമേ. വാർത്തകൾ തുടരുന്നു. ഇന്നത്തെ സ്വർണവിലയിൽ തുടർച്ചയായ 2ാം ദിവസവും മുന്നേറ്റം. ഇന്ന് ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കൂടിയത്. ഇതോടെ ഒരു ഗ്രാമിന് 3000 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. പവൻ വില വീണ്ടും 24,000 രൂപയിലെത്തുകയും ചെയ്തു. രാജ്യാന്തര വിപണിയിലെ വിലവർദ്ധനവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയായിരുന്ന സ്വർണ്ണവിലയിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്നലെ ഗ്രാമിന് 10 രൂപ കൂടി 2,980 രൂപയായിരുന്നു. പവന് 24,160 രൂപയാണ് സ്വർണ്ണവിലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക്. ഗൾഫ് വാർത്തകൾ.
സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് കീഴിൽ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജിന് പുറപ്പെട്ട തീർത്ഥാടകർ വിശുദ്ധ മക്കയിലെത്തി ഉംറ നിർവഹിച്ചു. 597 ഹാജിമാരാണ് ഇത്തവണ SYS ഹജ്ജ് സെല്ലിന് കീഴിൽ യാത്ര തിരിച്ചത്. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് ചീഫ് അമീറും അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി ഡെപ്യൂട്ടി ചീഫുമായ സംഘത്തെ ഇത്തവണ 13 അമീറുമാരും ഒരു ഡോക്ടറും അനുഗമിക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, CP സൈദലവി മാസ്റ്റർ, മുഹമ്മദ് പറവൂർ തുടങ്ങിയവർ ഈ വർഷം SYS ഹജ്ജ് സംഘത്തിൽ അംഗങ്ങളാണ്. കഴിഞ്ഞ ദിവസം കരിപ്പൂർ മർക്കസ് മസ്ജിദ് പരിസരത്ത് നടന്ന യാത്രയപ്പ് സംഗമം സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരമി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, N അലി അബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. CP സൈദലവി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. 15 വയസ്സുള്ള പെൺകുട്ടിയെ രാജ്യത്തേക്ക് കൃത്രിമ പാസ്പോർട്ട് ഉപയോഗപ്പെടുത്തി കടത്തിക്കൊണ്ടുവന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സ്ത്രീയടക്കമുള്ള 5-അംഗ പെൺവാണിഭ സംഘത്തെ ദുബായ് പോലീസ് പിടികൂടി. പെൺകുട്ടിയുടെ സഹായത്തോടെ പോലീസ് നടത്തിയ ദൌത്യം വിജയിക്കുകയായിരുന്നു. പെൺകുട്ടിയും സംഘാംഗങ്ങളും ഒരു ഏഷ്യൻ രാജ്യത്തു നിന്നുള്ളവരാണെന്ന് പറഞ്ഞ പോലീസ് രാജ്യമേതാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. പെൺവാണിഭ സംഘത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നെന്ന് ദുബായ് പോലീസിലെ CID വിഭാഗം മേധാവി ബ്രിഗേഡിയർ ഖലീൽ അൽ മൻസൂരി പറഞ്ഞു. സംഘടനാ വാർത്തകൾ. വിദ്യയുടെ വിളക്കത്തിരിക്കാമെന്ന ശീർഷകത്തിൽ SSF നടത്തുന്ന മതവിദ്യാഭ്യാസ ക്യാമ്പയിനിന്റെ ഭാഗമായി മതവിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ബഹ്റൈൻ കേരള സുന്നി ജമാഅത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിക്ക് നീലഗിരിയിലെയും സംസ്ഥാനത്തെ വിവിധ മതസ്ഥാപനങ്ങളിലെയും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അപേക്ഷകർ ദർസ്, ദഅവ, ശരീഅത്ത് കോളേജ് തുടങ്ങിയ മതസ്ഥാപനങ്ങളിൽ ചുരുങ്ങിയത് ഫതുഹുൽ മുഈൻ, അൽഫിയ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവരും സെക്ടർ പ്രവർത്തക സമിതി അംഗങ്ങളുമായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 30-നകം SSF ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചിരിക്കണം. SYS 2013-2016 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി മലപ്പുറം ജില്ലാതല ഇലക്ഷൻ ശില്പശാല നാളെ ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 5:30 വരെ മലപ്പുറം വാദി സലാമിൽ നടക്കും. 7-അംഗ ജില്ലാ മേഖലാ ഇലക്ഷൻ ഡയറക്ടറേറ്റ് അംഗങ്ങളാണ് ശില്പശാലയിൽ പങ്കെടുക്കുക. സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള വിഷയാവതരണം നടത്തും. അലവി സഖാഫി കൊളത്തൂർ അധ്യക്ഷത വഹിക്കും. PM മുസ്തഫ മാസ്റ്റർ, വടശ്ശേരി ഹസൻ മുസ്ലിയാർ, KT ത്വാഹിർ സഖാഫി, അലവിക്കുട്ടി ഫൈസി എടക്കര, PSK ദാരിമി തുടങ്ങി നിരവധി പേർ സംസാരിക്കും. ജില്ലാ ശില്പശാലയുടെ തുടർച്ചയായി ജില്ലയിലെ 7 ഏരിയകളിലായി പഞ്ചായത്ത് ED അംഗങ്ങൾക്കുള്ള ശില്പശാല ഈ മാസം അവസാനത്തിൽ നടക്കും. യൂണിറ്റ്, പഞ്ചായത്ത്, മേഖലാ തലങ്ങളിൽ ഇലക്ഷൻ ഡയറക്ടറേറ്റ് ഇതിനകം നിലവിൽ വന്നിട്ടുണ്ട്. അതാത് EDകൾക്കാണ് മെമ്പർഷിപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ചുമതല. ആഫ്രിക്കയിലെ അത്ഭുതബാലൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യുവപണ്ഡിതൻ സയ്യിദ് ഹുസൈൻ തൻസാനിയ നാളെ വൈകിട്ട് 7 മണിക്ക് കുറ്റ്യാടിൽ സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽക്കയിൽ പങ്കെടുക്കുന്നു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. പെരുവയൽ കല്ലേരി CM മെമ്മോറിയൽ സെന്റർ ICCയിൽ ഷേഖുന CM വലിയുള്ളാഹിയുടെ പേരിൽ മാസാന്തം നടന്നുവരുന്ന മജ്ലിസും ദിക്റും ഈയടുത്ത് അന്തരിച്ച എറണാകുളം TSK തങ്ങൾ അനുസ്മരണവും നാളെ മഗ്രിബ് നിസ്കാരാനന്തരം ICCയിൽ നടക്കും. മഖ്ഷൂബ് അഹ്സനി ചെർപ്പുളശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തും. മടവൂർ CM സെന്ററിനു നേരെയുണ്ടായ ആക്രമണത്തിൽ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ നരിക്കുനി റേഞ്ച് ജനറൽ ബോഡി യോഗം പ്രതിഷേധിച്ചു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന സിനിമയിറക്കിയതിലും യോഗം പ്രതിഷേധമറിയിച്ചു. അസീസ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഹംസ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഖാസിം സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തി. ആഫ്രിക്കൻ യുവപണ്ഡിതൻ ഷേഖ് സയ്യിദ് ഹുസൈൻ തൻസാനിയ കണ്ണൂർ നൂത്തേരി മർക്കസുൽ ഹിദായ സന്ദർശിച്ചു. ഉസ്താദ് ആണ്ടുനേർച്ചയിൽ സംബന്ധിക്കാനാണ് അദ്ദേഹം എത്തിയത്. പരിപാടിയിൽ സുന്നി സംഘടനാ സ്ഥാപന നേതാക്കളും സഹകാരികളും സംബന്ധിച്ചു. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്.
പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഗൾഫിലെ 500 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി RSC കുവൈത്തിൽ ഫഹാഹിൽ ഫർവാനിയ സോണുകളിൽ വിചാര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് മംഗഫ് 1+ സ്കൂളിലും വൈകുന്നേരം 6 മണിക്ക് ഫർവാനിയ എക്കോ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടികൾ നടക്കുക. കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ വിചാര സദസ്സുകളിൽ സംബന്ധിക്കും. റിസാല സ്റ്റഡി സർക്കിൾ RSC ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഗ്രതാ സമ്മേളനം മനാമ സുന്നി സെന്ററിൽ മലയാളം ന്യൂസ് ചെയർമാൻ P. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RSC ചെയർമാൻ ഇസ്മായിൽ മിസ്ബാഹി, അബൂബക്കർ ലത്തീഫി, ഇന്ത്യ വിഷൻ ബഹ്റൈൻ ചീഫ് കറസ്പോണ്ടന്റ് E. രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഷാർജ അൽവഹദ RSCയുടെ ആഭിമുഖ്യത്തിൽ RSC ഉണർത്തു സമ്മേളനം സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 6:30 അൽവഹദ സുന്നി സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത്. അബ്ദുൽ ഹൈ അഹ്സനി, ഷുഐബ് നഈമി, മോഹൻ വടയാർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. കുവൈത്തിൽ ICF വാർഷിക കൌൺസിലുകൾ ഒക്ടോബർ 1 മുതൽ ഡിസംബർ ആദ്യവാരം വരെയുള്ള കാലയളവിൽ നടത്താൻ ICF നാഷണൽ കമ്മിറ്റി തീരുമാനിച്ചു. ഒക്ടോബർ 1 മുതൽ നവംബർ 15 വരെ ശാഖകളുടെ കൌൺസിലുകൾ നടക്കും. നവംബർ 15-ന്റെയും 30-ന്റെയും ഇടയിൽ മേഖലാ കമ്മിറ്റികൾ രൂപീകരിക്കും. ഡിസംബർ 7-ന് നാഷണൽ കമ്മിറ്റിയുടെ വാർഷിക കൌൺസിലും നടക്കും. ശാഖാ കൌൺസിലുകളുടെ വിജയകരമായ നടത്തിപ്പിന് കൌൺസിൽ കൺട്രോളർമാരെ നിയമിച്ചു. ഇതു സംബന്ധമായി ചേർന്ന നാഷണൽ കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമി അധ്യക്ഷത വഹിച്ചു. ഷുക്കൂർ കൈപ്പുറം, അഹമ്മദ് K. മണിയൂർ, അബ്ദുനാസർ CK, അലവി സഖാഫി തെഞ്ചേരി തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. SSF സാഹിത്യോത്സവ് വാർത്തകൾ. SSF കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവിന് വളപട്ടണം ഹയർ സെക്കൻഡറി സ്കൂളിൽ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി നഗരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഈ മാസം 22, 23 ശനി, ഞായർ ദിവസങ്ങളിലാണ് മത്സര പരിപാടികൾ നടക്കുക. 8 ഡിവിഷനുകളിൽ നിന്ന് 8 വേദികളിലായി 85 ഇനങ്ങളിൽ 600ഓളം പ്രതിഭകൾ മാറ്റുരക്കും. വിപുലമായ സൌകര്യങ്ങളോട് കൂടിയ നഗരിയിൽ ബുക്ക് സ്റ്റാൾ, ഫോട്ടോ പ്രദർശനം തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 22-ന് വൈകുന്നേരം 3 മണിക്ക് വളപട്ടണം മഖാം സിയാറത്തിന് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി നേതൃത്വം നൽകും. വൈകിട്ട് 4:30-ന് കൃഷിമന്ത്രി KP മോഹനൻ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് മുനീർ നഈമി അധ്യക്ഷത വഹിക്കും. RP ഹുസൈൻ മാസ്റ്റർ സന്ദേശം നൽകും. സയ്യിദ് സുഹൈൽ അസഖാഫ്, KP അബൂബക്കർ മുസ്ലിയർ, അഷ്റഫ് സഖാഫി കടവത്തൂർ, VV അബൂബക്കർ സഖാഫി, M. പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിക്കും. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് അജയ് ഘോഷ്, PK മഹ്മൂദ് ഹാജി, മുഹമ്മദ് അലി ഹാജി എന്നിവർ അവാർഡ് വിതരണം ചെയ്യും. തുടർന്ന് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിന്റെ മത്സര പരിപാടികൾ അരങ്ങേറും. ഈ മാസം 23-ന് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സമാപന സമ്മേളനം നടക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ അൽ ബുഖാരി പ്രാർത്ഥന നിർവഹിക്കും. സമസ്ത കേന്ദ്ര മുഷാവറ സെക്രട്ടറി KP ഹംസ മുസ്ലിയർ ചിത്താരി ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ ഹക്കീം സഖാഫി അരിയിൽ അധ്യക്ഷത വഹിക്കും. SYS സംസ്ഥാന ട്രഷറർ KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ട്രോഫി വിതരണം ചെയ്യും. അബ്ദുറഷീദ് നരീക്കോട് അനുമോദന പ്രസംഗം നടത്തും. ഷാജഹാൻ മിസ്ബാഹി, എളന്നൂർ KV സമീർ മാസ്റ്റർ, നവാസ് കൂരാറ, MK സിറാജുദ്ദീൻ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിക്കും. സാഹിത്യോത്സവിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് ആത്മീയ സംഗമം നടക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ, ആലിക്കുഞ്ഞ് മുസ്ലിയാർ ഷിറിയ, സയ്യിദ് ഷാഫി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ശിഹാബ് തങ്ങൾ, സയ്യിദ് സുഹൈൽ അസഖാഫ്, സയ്യിദ് ഇബ്രാഹിം മഷ്ഹൂർ തങ്ങൾ തുടങ്ങി നിരവധി സയ്യിദരും പണ്ഡിതരും പങ്കെടുക്കും. 22, 23 തീയതികളിൽ എളേറ്റിൽ മർക്കസ് വാലിയിൽ നടക്കുന്ന SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവിന്റെ പ്രചാരണാർത്ഥം നരിക്കുനി ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കലാജാഥ നാളെ നടക്കും. ഉച്ചയ്ക്ക് 1:30-ന് പുല്ലാളൂർ തച്ചൂർ താഴം മക്കാം സിയാറത്തിന് ശേഷം ആരംഭിക്കുന്ന കലാജാഥ ഡിവിഷനിലെ 30ഓളം കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഏകരൂലിൽ സമാപിക്കും. ഡിവിഷൻ സാഹിത്യോത്സവിൽ വിവിധ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ കലാപ്രതിഭകൾ കലാജാഥയെ അനുഗമിക്കും. ഇതു സംബന്ധമായി ചേർന്ന യോഗത്തിൽ OT ഷെഫി സഖാഫി അധ്യക്ഷത വഹിച്ചു. ഈ മാസം 22, 23 തീയതികളിൽ എളേറ്റിൽ മർക്കസ് വാലിയിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവിനോടനുബന്ധിച്ച് സാംസ്കാരിക സംഗമം നാളെ നടക്കും. വൈകിട്ട് 7 മണിക്ക് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TP കുഞ്ഞായിൻ ഉദ്ഘാടനം ചെയ്യും. മുസ്തഫ P. എറക്കൽ വിഷയാവതരണം നടത്തും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. KMIC വാർത്തകൾ.
KMIC-യിൽ അല്പസമയത്തിനകം കാരന്തൂരിൽ നിന്നും CM വലുല്ലാഹിയുടെ ആണ്ട് നേർച്ചയിൽ ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. തുടർന്ന് ഹാഫിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ദുആ മജ്ലിസും KMIC തത്സമയം സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കള്ളുകച്ചവടം അവസാനിപ്പിക്കണം ഹൈക്കോടതി. കള്ളുകച്ചവടം അവസാനിപ്പിക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമെന്ന് സുന്നി നേതാക്കൾ. റേഷൻ പഞ്ചസാരക്ക് കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കുന്നു. പ്രവാചക നിന്ന അമേരിക്കൻ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം തുടരുന്നു. ചെന്നൈ കമ്മീഷണറെ മാറ്റി. ജിന്നുകളോട് സഹായം തേടാമെന്നത് മുജാഹിദ് ആശയമല്ലെന്ന് TP അബ്ദുള്ളക്കോയ മദനി. പാകിസ്ഥാനിൽ നാളെ പ്രവാചക സ്നേഹദിനമായി ആചരിക്കുന്നു. പ്രതിഷേധങ്ങൾ സമാധാനപരമാകണമെന്ന് പ്രധാനമന്ത്രി. SYS രണ്ടാം ഘട്ട ശില്പശാലക്ക് നാളെ തുടക്കം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlineNews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിലുണ്ടാക്കുന്ന ഭിന്നതകളെ കുറിച്ച് സമുദായത്തിന് മുന്നറിയിപ്പ് നൽകൽ നിർബന്ധമാണ്. മാത്രമല്ല വമുഹാജറതിഹിം, അവരുമായി മതരംഗത്ത് മാറി നിൽക്കേണ്ടതാണ്. അവരുമായി മതരംഗത്ത് ബന്ധമില്ലാതെ ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. ഇല്ലൊരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. അവരെ ശക്തിയായി വിമർശിച്ച് അവരുടെ ആശയത്തിന്റെ പാപ്പരത്വം ബോധ്യപ്പെടുത്തൽ നിർബന്ധമാണ്. ഇതിൽ ഒരു പണ്ഡിതനും ഒരു ഇമാമിനും ഒരു സഹാബിക്കും തർക്കമില്ല. അതേസമയം സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ, അവർക്കിടയിൽ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് അഭിപ്രായ വ്യത്യാസമല്ല, വീക്ഷണ വ്യത്യാസങ്ങളാണ്. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞൂടാ. ഉദാഹരണത്തിന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞു സുബ്ഹി നിസ്കാരത്തിൽ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞു വിത്ർ നിസ്കാരത്തിൽ. ഖുനൂത്ത് ഓതണം എന്നുള്ളതിൽ തർക്കമില്ല. എവിടെ എന്നതിൽ രണ്ട് വീക്ഷണം ഉണ്ട്. ഇത് രണ്ടും ഇസ്ലാമാണ്.